എന്തുകൊണ്ടാണ് എവിടെയെങ്കിലും ഒരു മതപ്രഭാഷണ സദസ്സുണ്ട് എങ്കിൽ ആ ദിവസം സാധാരണ അങ്ങാടിയിൽ ഉണ്ടാകാറുള്ള ആള് പോലും അന്നത്തെ ദിവസം മറ്റെവിടേക്കെങ്കിലും പോയി ആ ഒരു മതപ്രഭാഷണ പരിപാടിയിൽ പങ്കെടുക്കാൻ പലപ്പോഴും വൈമനസ്യം കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളും പ്രസിദ്ധീകരണങ്ങളും വാങ്ങാനും വായിക്കാനും വലിയൊരു താല്പര്യം കാണിക്കാത്ത, അതിന് പണം ചെലവഴിക്കുന്നത് എന്തോ ഒരു വലിയ നഷ്ടക്കച്ചവടമാണ് എന്നൊക്കെ തോന്നുന്ന രീതിയിലേക്ക് ആളുകൾ ചിന്തിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ് മതപരമായ കാര്യങ്ങൾ സാധാരണ വരാറുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ പലപ്പോഴും ചില ആളുകൾ സൈലന്റ് ആയി നിൽക്കുന്നത്? അതിൽ വരുന്നതൊന്നും കാണുകയോ കേൾക്കുകയോ വായിക്കുകയോ ചെയ്യുകയില്ല, എന്നാൽ മറ്റുള്ള ഗ്രൂപ്പുകളിലൊക്കെ വളരെ ആക്റ്റീവായി പെരുമാറുകയും ചെയ്യുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ഇസ്ലാമികമായ കാര്യങ്ങളോട് അറിഞ്ഞോ അറിയാതെയോ ഒരു വൈമുഖ്യം കാണിക്കുകയും മറ്റു വിഷയങ്ങളിലെല്ലാം വലിയ പ്രാധാന്യവും പ്രസക്തിയും അതിന് സമയവും പണവും ഒക്കെ ചെലവഴിക്കുന്നതിൽ യാതൊരു മനക്ലേശവും ഇല്ലാത്ത ആളുകളെയൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. എന്താണ് ഇതിന്റെ കാരണം? ഇതിന് പല കാരണങ്ങൾ ഉണ്ടാകാം. ചില ആളുകൾ ബോധപൂർവമായി കൊള്ളണമെന്നില്ല. എന്നാൽ പ്രധാനമായും ഇത്തരം ആളുകൾ, ഇത് ആവർത്തിച്ച് അനുഭവിക്കപ്പെടുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു കാരണം എന്ന് പറയുന്നത്, ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ പറ്റില്ല, കുറച്ചൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റം വരുത്തേണ്ടി വരും എന്ന് അവർക്ക് തന്നെ അറിയാം. അതായത് ഒരു ഖുതുബ, പ്രസംഗം, ഒരു ക്ലാസ്, അതൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുക, അത് മനസ്സിലാക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് തന്നെ അറിയാം, അവരെ മനസ്സിൽ ഇതൊക്കെ തറയ്ക്കും, മനസ്സ് കൊള്ളും. അപ്പൊ ഞാൻ ഇപ്പൊ ഈ പോണമാതിരി പോകാൻ പറ്റില്ല, ചെറിയൊരു മാറ്റം എന്ത് ചെയ്യേണ്ടി വരും, എന്റെ ജീവിതത്തിൽ ഞാൻ വരുത്തേണ്ടി വരും, ഇപ്പൊ എനിക്കുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. മാത്രമല്ല, ചില ആളുകൾ പരസ്യമായി തന്നെ പറയാറുണ്ട്, ആ ക്ലാസ്സിന് പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിയാനും മറിയാനും പറ്റില്ല, ഫുള്ള് ഹറാമോണ്ടൊരു കളിയായിരിക്കും. അത് പാടില്ല, ഇത് പാടില്ല, അത് കുടിക്കാൻ പാടില്ല, അത് തിന്നാൻ പാടില്ല, അങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് ഒരു ജയിലിലാക്കുന്ന സ്വഭാവത്തിലാവും. അപ്പൊ അതൊന്നും കേൾക്കാതെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വളരെ ആശ്വാസത്തിൽ ജീവിക്കാലോ എന്ന ഒരു രീതിയിലൊക്കെ ചില ആളുകൾ പറയുക പോലും ചെയ്യാറുണ്ട്.